ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ കാർബോഹൈഡ്രേറ്റ്സ്. Carbohydrates are the key source of energy used by living things. Carbohydrates are defined as the polyhydroxyaldehydes or polyhydroxyketones. നമ്മുടെ ലിവിങ് തിങ്സിന് ആവശ്യമുള്ള എനർജീൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കീ സോഴ്സാണ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സോഴ്സാണ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ പോളിഹൈഡ്രോക്സി കീറ്റോൺസ് എന്ന് പറയാം. ഫിസിക്കൽ പ്രോപ്പർട്ടി, solubility of sugars. Monosaccharides and disaccharides can be dissolved freely in water because water is a polar substance, while polysaccharide cannot be dissolved easily in water because it has high molecular weight which give colloidal solutions in water. മോണോസാക്രൈഡും ഡൈസാക്രൈഡും നമുക്ക് വാട്ടറിൽ ഫ്രീലി ഡിസോൾവ് ചെയ്യാൻ പറ്റും, കാരണം വാട്ടർ എന്ന് പറഞ്ഞ ഒരു പോളാർ സബ്സ്റ്റൻസ് ആണ്. പക്ഷേ പോളിസാക്രൈഡിൻ്റെ കേസിലാണെങ്കിൽ പോളിസാക്രൈഡിൻ്റെ ഹൈ മോളിക്കുലാർ വെയിറ്റ് കാരണം നമുക്കത് വാട്ടറിൽ ഈസിലി ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ്, ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ? ഫസ്റ്റ് വൺ, മൊളീഷ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് സ്പെസിഫിക് ഫോർ കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് മൊളീഷ് ടെസ്റ്റ്. സെക്കൻഡ് വൺ, ഫെയിലിംഗ് ടെസ്റ്റ്. പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ. റെഡ്യൂസിങ് ഷുഗറിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് ഫെയിലിംഗ് ടെസ്റ്റ്. ബെൻഡിക് ടെസ്റ്റും സെയിം, പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ. ബാർഫോർഡ് ടെസ്റ്റ്. ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഡിറ്റക്റ്റിംഗ് ദ പ്രസൻസ് ഓഫ് മോണോസാക്രൈഡ്. മോണോസാക്രൈഡ് ആണോ ഡൈസാക്രൈഡ് ആണോ പോളിസാക്രൈഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് ബാർഫോർഡ് ടെസ്റ്റ്. സെലിവനോഫ് ടെസ്റ്റ്. ഡിസ്റ്റിങ്ക്വിഷ്ഡ് ബിറ്റ്വീൻ ആൽഡോസസ് ആൻഡ് കീറ്റോസസ്. ആൽഡോസും കീറ്റോസും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റാണ് സെലിവനോഫ് ടെസ്റ്റ്. ഫസ്റ്റ് വൺ, മൊളീഷ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഈസ് സ്പെസിഫിക് ഫോർ ഓൾ കാർബോഹൈഡ്രേറ്റ്സ്. മോണോസാക്രൈഡ്സ് ഗീവ് എ റാപ്പിഡ് പോസിറ്റീവ് ടെസ്റ്റ്. ഡൈസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ് റിയാക്ട് സ്ലോവർ. അതായത് നമുക്ക് എല്ലാ കാർബോഹൈഡ്രേറ്റ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ്, സ്പെസിഫിക് ടെസ്റ്റാണ് മൊളീഷ് ടെസ്റ്റ്. ടു ഐഡൻറ്റിഫൈ ദ കാർബോഹൈഡ്രേറ്റ് ഫ്രം അതർ മാക്രോമോളിക്യൂൾസ്, ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻ. Principle. The test reagent dehydrates sulfuric acid, dehydrates pentoses to form furfural and dehydrates hexoses to form 5-hydroxymethyl furfural. The furfural and 5-hydroxymethyl furfural further react with alpha naphthol present in the test reagent to produce a purple ring. അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഷുഗേഴ്സ്, പെൻറ്റോ ഷുഗർ അല്ലെങ്കിൽ ഹെക്സോസ് ഷുഗർ ഡീഹൈഡ്രേറ്റ് അതായത് റിയാക്ട് ചെയ്യും. ദ ടെസ്റ്റ് റിയേജൻറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഫെർഫുറാൽ അല്ലെങ്കിൽ 5-hydroxymethyl ഫെർഫുറാൽ ഫോം ചെയ്യും. ഈ ഫെർഫുറാൽ ആൻഡ് 5-hydroxymethyl ഫെർഫുറാൽ ദെൻ ടെസ്റ്റ് റിയേജൻറ്റിലുള്ള ആൽഫ നാഫ്തോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഒരു പർപ്പിൾ റിംഗ് ഫോം ചെയ്യും. അതിൻ്റെ റിയാക്ഷൻ നോക്കാം. ഡി ഗ്ലൂക്കോസ് ഹെക്സോ ഷുഗർ ആണ്, 6 കാർബൺ ആറ്റം ആണുള്ളത്. റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം ഹൈഡ്രോക്സിമീഥൈൽ ഫെർഫുറാൽ. ദിസ് ഈസ് ദെൻ റിയാക്ട് വിത്ത് ആൽഫ നാഫ്തോൾ ടു ഫോം എ പർപ്പിൾ ഓർ വയലറ്റ് കണ്ടൻസേഷൻ പ്രോഡക്റ്റ്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ ടെസ്റ്റ് ട്യൂബിൽ 2 ലിക്വിഡിൻ്റെ മിഡിൽ ഒരു പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് റിംഗ് ഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് റിംഗ് പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കോമ്പൗണ്ടിനെ കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. മൊളീഷ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ. 1 ml sugar suspension taken into test tube. Add 2 drops of alpha naphthol and shake well. Add 2 ml of concentrated sulfuric acid with side of the test tube. Form reddish violet ring at junction of both layers. Then carbohydrate are present. അതായത് ടെസ്റ്റ് ട്യൂബിൽ ടെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക. 2 ml ആൽഫ നാഫ്തോൾ ആഡ് ചെയ്ത് നല്ലോണം ഷെയ്ക്ക് ചെയ്യുക. ദെൻ 2 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾക്കൊരു റെഡിഷ് വയലറ്റ് റിംഗ്, 2 ലിക്വിഡിൻ്റെ മിഡിൽ ഒരു റെഡിഷ് വയലറ്റ് റിംഗ് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാം. സെക്കൻഡ് വൺ, ബെനഡിക്ട് ടെസ്റ്റ്. ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ. റെഡ്യൂസിങ് ഷുഗറിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ്. All monosaccharides are reducing sugars. They all have a free reactive carbonyl group. Some disaccharides have exposed carbonyl group and are also reducing sugars.
Other disaccharides such as sucrose are non-reducing sugars and will not react with Benedict solution. നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓൾ മോണോസാക്രൈഡ്, എല്ലാ മോണോസാക്രൈഡും റെഡ്യൂസിങ് ഷുഗർ ആണ്. കാരണം എല്ലാ മോണോസാക്രൈഡിലും ഒരു കാർബണൈൽ ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുണ്ടാകും. അതായത് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് അവിടെ ഫ്രീ ആയിട്ട് വരും. അതുകൊണ്ട് എല്ലാ മോണോസാക്രൈഡും റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ്. പക്ഷേ ഡൈസാക്രൈഡിൻ്റെ കേസിലാണെങ്കിൽ ചില ഡൈസാക്രൈഡിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനത്തെ കേസിൽ അവർ റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാണിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാക്ടോസ്, മാൾട്ടോസ്. പക്ഷേ സൂക്രോസിൻ്റെ കേസിലാണെങ്കിൽ സൂക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അതിൻ്റെ കാർബണൈൽ ഗ്രൂപ്പ് തമ്മിലൊരു ഗ്ലൈക്കോസിഡിക് ലിങ്ക് വരും. അതുകൊണ്ട് സൂക്രോസ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി കാണിക്കത്തില്ല. ഓക്കെ, അത് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പോൾ ഈ സൂക്രോസ് ബെനഡിക്ട് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. ദ കോപ്പർ സൾഫേറ്റ് പ്രസൻറ്റ് ഇൻ ബെനഡിക്ട് സൊല്യൂഷൻ റിയാക്ട് വിത്ത് ഇലക്ട്രോൺസ് ഫ്രം ദി ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഗ്രൂപ്പ് ഓഫ് ദി റെഡ്യൂസിങ് ഷുഗേഴ്സ് ഇൻ ആൽക്കലൈൻ മീഡിയം. Reducing sugars are oxidized by the copper ion in solution to form a carboxylic acid and a reddish precipitate of copper oxide. അതായത് നമ്മുടെ റെഡ്യൂസിങ് ഷുഗറിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കീറ്റോൺ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിരിക്കും, ഫ്രീ ആയിട്ടുണ്ടാവും. അത് ഈ റെഡ്യൂസിങ് ഷുഗറിലുള്ള ആൽഡിഹൈഡ് കീറ്റോൺ ഗ്രൂപ്പിലുള്ള ഇലക്ട്രോൺസ് ബെനഡിക്ട് സൊല്യൂഷനിലെ കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുമ്പോൾ റെഡ്യൂസിങ് ഷുഗർ ഓക്സിഡൈസ്, അതായത് കോപ്പർ അയോണിൻ്റെ പ്രസൻസിൽ റെഡ്യൂസിങ് ഷുഗേഴ്സ് ഓക്സിഡൈസ് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡും കോപ്പർ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് റെഡിഷ് പ്രസിപ്പിറ്റേറ്റ് അവിടെ ഫോം ചെയ്യും. ഈ പിക്ചറിൽ നോക്ക്, ഗ്ലൂക്കോസും ലാക്ടോസിലും നമുക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കാണാം. അതായത് അവർ രണ്ടും റെഡ്യൂസിങ് ഷുഗേഴ്സാണ്. ബെനഡിക്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ. സൂക്രോസിൻ്റെ കേസിൽ സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റിൻ്റെ ബ്ലൂ കളർ തന്നെയാണ് അവിടെ കിട്ടുക, അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ബെനഡിക്ട് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ നോക്കാം. Add 1 ml of test solution, add 5 ml of Benedict reagent and shake. Place tube in a water bath for 3 minutes. Form red color precipitate. Carbohydrates are present in different concentration according to color. അതായത് നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനിൽ ബെനഡിക്ട് റിയേജൻറ്റ് ആഡ് ചെയ്യുക, ഷേക്ക് ചെയ്യുക, എന്നിട്ടൊരു വാട്ടർ ബാത്തിൽ 3 മിനിറ്റ് ഹീറ്റ് ചെയ്യുക. അപ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പിക്ചർ നോക്കാം. ഗ്ലൂക്കോസ് ബെനഡിക്ട് സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് വാട്ടർ ബാത്തിൽ ഹീറ്റ് ചെയ്യുമ്പം റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. നെക്സ്റ്റ് ഫെയിലിംഗ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഈസ് ഗിവൺ ബൈ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ടു ദ aqueous solution of carbohydrate, failing solution is added and heated in water bath. Formation of red precipitate confirms the presence of reducing sugars. The copper ion present in failing solution in +3 state is reduced to +2 state. And in alkaline medium it is precipitated as red cuprous oxide. അതായത് റെഡ്യൂസിങ് ഷുഗർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് ഫെയിലിംഗ് ടെസ്റ്റ്. അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ടെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക, അതിലേക്ക് ഫെയിലിംഗ് റിയേജൻറ്റ് ആഡ് ചെയ്യുക, വാട്ടർ ബാത്തിൽ ഹീറ്റ് ചെയ്യുമ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് റെഡ്യൂസിങ് ഷുഗർ ആണ് തന്നേക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ കൺഫേം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഫെയിലിംഗ് സൊല്യൂഷനിലെ കോപ്പർ അയോൺസ് റെഡ്യൂസ് ചെയ്യും. +3 കോപ്പർ 3+ അയോൺ കോപ്പർ 2+ അയോൺ ആയിട്ട് റെഡ്യൂസ് ചെയ്യും. കൂടാതെ ആൽക്കലൈൻ മീഡിയത്തിൽ അത് കുപ്രസ് ഓക്സൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതിൻ്റെ റിയാക്ഷൻസ് ആണിത്. പിക്ചറിൽ ടെസ്റ്റ് റിസൾട്ട് ഉണ്ട്. റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ റെഡ്യൂസിങ് ഷുഗർ ആണ്, ഒരു കളർ ചേഞ്ചും ഇല്ല എങ്കിൽ എന്താണ്, നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഫെയിലിംഗ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ: 1 ml ടെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക, ആഡ് 2 ml ഫെയിലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുക, ബോയിൽ ചെയ്യുക 2 മിനിറ്റ്. അപ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ. ബാർഫോർഡ് ടെസ്റ്റ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മോണോ, ഡൈ ആൻഡ് പോളിസാക്രൈഡ്. മോണോസാക്രൈഡ് ആണോ, ഡൈസാക്രൈഡ് ആണോ, പോളിസാക്രൈഡ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് ബാർഫോർഡ് ടെസ്റ്റ്. Barford test used copper 2 ion in a slightly acidic medium. Reducing monosaccharides are oxidized by the copper ion in a solution to form a carboxylic acid and a reddish precipitate of copper oxide within 3 minutes. The non-reducing sugars give negative result. അപ്പം നമ്മൾക്ക് മോണോസാക്രൈഡിനാണ് ഇതിലെ ടെസ്റ്റ് റിസൾട്ട് കിട്ടുക. ഓക്കെ,
മോണോസാക്രൈഡ് ഓക്സിഡൈസ് ചെയ്യും കോപ്പർ അയോണിനെ, എന്നിട്ട് കാർബോക്സിലിക് ആസിഡും കോപ്പർ ഓക്സൈഡ് ആയിട്ടും കൺവേർട്ട് ചെയ്യും. അപ്പോൾ റെഡിഷ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോണോസാക്രൈഡ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഡൈസാക്രൈഡിന് ഈ ബാർഫോർഡ് ടെസ്റ്റിൽ റിയാക്ഷനും നടക്കില്ല, അപ്പോൾ അവിടെ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യത്തില്ല. Barford test, take 10 ml of test tube in test solution, add 1 ml of Barford reagent. Barford reagent very important ആണ്. കോപ്പർ അസറ്റേറ്റും അസറ്റിക് ആസിഡും കൂടെ ചേർന്നാണ് ബാർഫോർഡ് റിയേജൻറ്റ്. ദെൻ നമ്മളൊരു വാട്ടർ ബാത്തിൽ 5 മിനിറ്റ് ഹീറ്റ് ചെയ്യുക. ബ്രിക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നെങ്കിൽ മോണോസാക്രൈഡ് പ്രസൻ്റ് ആണ്. ബ്രിക്സ് റെഡ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ഡൈസാക്രൈഡോ ആണ് പോളിസാക്രൈഡോ ആണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ് വരിക. മോണോസാക്രൈഡിൻ്റെ കേസിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ് ടെസ്റ്റ് ട്യൂബിൻ്റെ അടിയിൽ കാണും. ഓക്കെ, ഡൈസാക്രൈഡിന് ഒന്നും കാണത്തില്ല, പ്ലെയിൻ ആയിട്ടായിരിക്കും കിടക്കുക. ടോളറൻസ് ടെസ്റ്റ്. ദിസ് ടെസ്റ്റ് ഈസ് ഗിവൺ ബൈ റെഡ്യൂസിങ് ഷുഗേഴ്സ്. Carbohydrates react with the tolerance reagent and form a silver mirror on the inner wall of the test tube. This confirms the presence of reducing sugars. Silver ions are reduced to metallic silver. അതായത് റെഡ്യൂസിങ് ഷുഗർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് കൂടിയാണ് ടോളറൻസ് ടെസ്റ്റ്. കാർബോഹൈഡ്രേറ്റ് ടോളറൻസ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ ഒരു സിൽവർ മിറർ പോലെ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സിൽവർ അയോൺ റെഡ്യൂസ് ചെയ്തിട്ട് മെറ്റാലിക് സിൽവർ ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ സിൽവർ മിറർ പോലെ കാണാൻ കഴിയുന്നത്. അതിൻ്റെ റിയാക്ഷൻസ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ 0.1 gram of test substance taken into a test tube, add 2 ml of tolerance reagent. ടോളറൻസ് റിയേജൻറ്റ് അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടോളറൻസ് റിയേജൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ്. അത് കഴിഞ്ഞ് ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സിൽവർ മിറർ ഫോം ചെയ്യുകയാണെങ്കിൽ പ്രസൻസ് ഓഫ് റെഡ്യൂസിങ് ഷുഗർ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പിക്ചറിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു സിൽവർ മിറർ പോലെ നിങ്ങൾക്ക് കാണാം. അതാണ് ടോളറൻസ് ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, റെഡ്യൂസിങ് ഷുഗർ ആണെങ്കിൽ അങ്ങനെ വരും, ഇല്ലെങ്കിൽ അടുത്ത നെക്സ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ അതേപോലെ കാണും. Iodine test. This test is only given by starch. Starch react with iodine solution form complex blue color. On heating the blue color disappear and on cooling the blue color reappear. സ്റ്റാർച്ച് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. സ്റ്റാർച്ച് ഈ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ബ്ലൂ കളർ സൊല്യൂഷൻ ഫോം ചെയ്യും. ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലൂ കളർ ഡിസപ്പിയറും ചെയ്യും, പിന്നെ കൂൾ ചെയ്യുമ്പോൾ അത് റീഅപ്പിയറും ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ 2 ml ടെസ്റ്റ് സൊല്യൂഷൻ എടുക്കുക, 1 ml അയഡിൻ ആഡ് ചെയ്യുക. അപ്പോൾ ബ്ലൂ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ സ്റ്റാർച്ച് പ്രസൻറ്റ്, കാർബോഹൈഡ്രേറ്റിലെ സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്. പിക്ചറിൽ ബ്ലൂ കളർ ആണെങ്കിൽ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്, അയഡിൻ്റെ കളറാണ് ആ ഓറഞ്ച് യെല്ലോ കളർ. അപ്പോൾ ഒരു കളർ ചേഞ്ചും ഇല്ലെങ്കിൽ സ്റ്റാർച്ച് ആബ്സെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് സെലിവനോഫ് ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ആൽഡോസസ് ആൻഡ് കീറ്റോസസ്. ആൽഡോസും കീറ്റോസും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ് സെലിവനോഫ് ടെസ്റ്റ്. പ്രിൻസിപ്പിൾ: സെലിവനോഫ് ടെസ്റ്റ് യൂസസ് 6 molar HCl as dehydrating agent and resorcinol as condensation reagent. The test reagent dehydrate ketohexoses to form 5-hydroxymethyl furfural. 5-hydroxymethyl furfural further condensed with the resorcinol present in test reagent to produce a cherry red product within 2 minutes. അതായത് സെൽവിനോഫ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 6 molar HCl ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ടും റിസോഴ്സിനോൾ കണ്ടൻസേഷൻ റിയേജൻറ്റും ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് സെൽവിനോഫ് ടെസ്റ്റ് കീറ്റോ ഷുഗറിന് മാത്രമേ പോസിറ്റീവ് റിസൾട്ട് കിട്ടത്തുള്ളൂ. കീറ്റോ ഷുഗർ ഏതാ? ഫ്രക്ടോസ്. ഓക്കെ, അപ്പോൾ ഈ കീറ്റോ ഹെക്സോസ് ഈ ടെസ്റ്റ് റിയേജൻറ്റുമായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമുക്ക് 5-hydroxymethyl furfural ഫോം ചെയ്യും. അത് ദെൻ കണ്ടൻസ് ചെയ്യും റിസോഴ്സിനോളുമായിട്ട്. എന്നിട്ട് നമുക്കൊരു ചെറി റെഡ് പ്രൊഡക്റ്റ് ഫോം ചെയ്യും. കീറ്റോസ് ഷുഗറിന് മാത്രമേ ചെറി റെഡ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുള്ളൂ. സൂക്രോസും കീറ്റോസസ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം മാൾഡോസ് ഷുഗറാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ: ടേക്ക് 1 ml ഓഫ് ടെസ്റ്റ് സൊല്യൂഷൻ, ആഡ് 2 ml ഓഫ് സെൽവനോഫ് റിയേജൻറ്റ്. സെൽവനോഫ് റിയേജൻറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? റിസോഴ്സിനോളും HClഉം. അതിനുശേഷം ബോയിൽ ചെയ്യുമ്പോൾ ചെറി റെഡ് കളർ ആണെങ്കിൽ ഫ്രക്ടോസ് പ്രസൻ്റ് ആണ്. ഇതിൽ ചെറി റെഡ് ഫ്രക്ടോസിന് മാത്രമേ ചെറി റെഡ് കളർ കിട്ടുള്ളൂ, ബാക്കി ഗ്ലൂക്കോസിനൊന്നും കിട്ടത്തില്ല. ഓക്കെ, ഓസസോൺ ടെസ്റ്റ്. പ്രിൻസിപ്പിൾ: എ സൊല്യൂഷൻ ഓഫ് റെഡ്യൂസിങ് ഷുഗർ വെൻ ഹീറ്റഡ് വിത്ത് ഫീനൈൽ ഹൈഡ്രസിൻ, characteristic yellow crystalline compounds called osazone are formed.
These crystals are definite crystalline structure, precipitation time and melting point for different reducing sugars. അതായത് നമ്മൾ ഒരു ടെസ്റ്റ് സൊല്യൂഷനിലേക്ക് ഫീനൈൽ ഹൈഡ്രസിൻ ആഡ് ചെയ്യുക. അപ്പം നമുക്കൊരു യെല്ലോ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് കിട്ടും. അതിനെയാണ് നമ്മൾ ഓസസോൺ എന്ന് പറയുന്നത്. ഓരോ കോമ്പൗണ്ടിലും ഓരോ കാർബോഹൈഡ്രേറ്റിൻ്റെ കോമ്പൗണ്ടിലും ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും ഈ ഓസസോണിന് ഉണ്ടായിരിക്കുക. അതിൻ്റെ ടെസ്റ്റ് പ്രൊസീജിയർ 0.5 gram of phenyl hydrazine hydrochloride, add 0.1 gram of sodium acetate and 10 drops of glacial acetic acid. Add 5 ml of test solution to this mixture and heat on boiling water bath for about half an hour. Allow the tube to cool slowly and examine the crystal under a microscope. അതായത് നമ്മൾ ടെസ്റ്റ് സൊല്യൂഷനിൽ 0.5 gram phenyl hydrazine hydrochlorideും 0.1 gram sodium acetateും and 10 drops of glacial acetic acidും എടുക്കുക. അത് കഴിഞ്ഞ് അതൊരു ഹാഫ് ആൻ അവർ വാട്ടർ ബാത്തിൽ വെച്ച് ഹീറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം കൂൾ ചെയ്തതിന് ശേഷം നമ്മളൊരു സ്ലൈഡിൽ കുറച്ച് സാമ്പിൾ എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ എക്സാം ചെയ്യുക. അപ്പോൾ ഓരോ കോമ്പൗണ്ടിനും ഓരോ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും കേസിൽ നീഡിൽ ഷേപ്പായിരിക്കും ഉണ്ടാക്കുക. ഒരു കുഞ്ഞ് ചൂല് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഒരു ഷേപ്പായിരിക്കും ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും ഫസ്റ്റ് ഷേപ്പ് കാണുക. മാൾട്ടോസിൻ്റെ കേസിൽ സൺഫ്ലവർ പോലെ ആയിരിക്കും നമുക്കതിൻ്റെ ഷേപ്പ് വരിക. ലാക്ടോസിൻ്റെ കേസിൽ പൗഡർ പഫ്, ഈ കുറച്ച് പൗഡർ ഇങ്ങനെ ഇട്ട പോലെ ആയിരിക്കും കാണപ്പെടുക. രണ്ടാമത്തെ പിക്ചർ നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പം കാണുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. അതായത് നമ്മൾക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസിലും ഫസ്റ്റ് കണ്ട ഒരു ചൂലിൻ്റെ ഒരു സാധനം കിടക്കുന്ന പോലെ തോന്നും. നീഡിൽ ഷേപ്പാണ് അതിന് പറയുന്നത്. മാൾട്ടോസിൻ്റെ കേസിൽ സൺഫ്ലവർ പോലെ കാണും, പൗഡർ പഫ് ലാക്ടോസിൻ്റെ കേസിൽ. നമുക്ക് സമ്മറി. ഇപ്പം നമ്മൾ ബയോകെമിക്കൽ ടെസ്റ്റുകളാണ് ഇത്രയും നേരം പറഞ്ഞത്. നമ്മൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ് ഈ 5 കോമ്പൗണ്ട് കേസിൽ എങ്ങനെയൊക്കെയാണ് ഈ ടെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. മൊളീഷ് ടെസ്റ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ 5 കോമ്പൗണ്ടും കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം 5 കോമ്പൗണ്ടിനും പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഓക്കെ, ബെനഡിക്ട് ടെസ്റ്റിൻ്റെ കേസിൽ ഈ 5 കോമ്പൗണ്ടിൽ സൂക്രോസ് ഒഴിച്ച് ബാക്കിയെല്ലാം റെഡ്യൂസിങ് ഷുഗറാണ്. അപ്പോൾ സൂക്രോസിന് നെഗറ്റീവ് റിസൾട്ടും ബാക്കി എല്ലാത്തിനും പോസിറ്റീവ് റിസൾട്ടും, അതായത് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ബാർഫോർഡ് ടെസ്റ്റ് മോണോസാക്കറൈഡ് ആണ് ഡൈസാക്കറൈഡ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ്. ഇതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും മാത്രമേ ഉള്ളൂ മോണോസാക്കറൈഡ്. അപ്പോൾ അവയ്ക്ക് പോസിറ്റീവും ബാക്കി എല്ലാത്തിനും നെഗറ്റീവ് റിസൾട്ട് കിട്ടും. സെലിവിനോഫ് കേസിൽ ആൾഡോസും കീറ്റോസും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റാണ്. ഇതിൽ ഫ്രക്ടോസും സുക്രോസും ആണ് കീറ്റോ ഷുഗർ, ബാക്കിയെല്ലാം ആൾഡോ ഷുഗറാണ്. അപ്പം കീറ്റോസിന് മാത്രം പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഇൻവേർഷൻ സൂക്രോസ് ആണ് ചെയ്യുന്നത്, അതിന് പോസിറ്റീവ്. ഓസസോണിൻ്റെ കേസിലാണെങ്കിൽ ഗ്ലൂക്കോസിനും ഫ്രക്ടോസിനും നീഡിൽ ഷേപ്പാണ് കിട്ടുക. മാൾട്ടോസിന് സൺഫ്ലവർ ഷേപ്പ്, ലാക്ടോസിന് പൗഡർ പഫ്. സൂക്രോസിൻ്റെ കേസിൽ അതില്ല. ഓക്കെ, കൺക്ലൂഷൻ: ഗ്ലൂക്കോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്, മോണോസാക്കറൈഡ് ആണ്, ഓൾഡോ ഷുഗർ ആണ്. ഫ്രക്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്, മോണോസാക്കറൈഡ് ആണ്, കീറ്റോ ഷുഗർ ആണ്. മാൾട്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്, ഡൈസാക്കറൈഡ് ആണ്, ആൾഡോ ഷുഗർ ആണ്. ലാക്ടോസും റെഡ്യൂസിങ് ഷുഗർ ആണ്, ഡൈസാക്കറൈഡ് ആണ്, ആൽഡോസ് ആണ്. സുക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്, ഡൈസാക്കറൈഡ് ആണ്, കീറ്റോസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു അൺനോൺ കോമ്പൗണ്ട് കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു അൺനോൺ കാർബോഹൈഡ്രേറ്റ് കിട്ടിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? മൊളീഷ് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണോ തന്നതെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് വയലറ്റ് റിംഗ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ അയഡിൻ ടെസ്റ്റ് ചെയ്യുക. സ്റ്റാർച്ച് ആണോ എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. സ്റ്റാർച്ച് ചെയ്യുമ്പം ഒന്നെങ്കിൽ ഡീപ്പ് ബ്ലൂ കളർ കിട്ടും, അല്ലെങ്കിൽ നോ ചേഞ്ച് ഫോർ കളർ കിട്ടും. ഇപ്പം നോ ചേഞ്ച് കളർ ആണെങ്കിൽ നമ്മൾ ബെനഡിക്ട് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ബെനഡിക്ട് ടെസ്റ്റ് എന്താ? റെഡ്യൂസിങ് ഷുഗർ ആണോ നോൺ റെഡ്യൂസിങ് ഷുഗർ ആണോ എന്ന് നമ്മൾ നോക്കും. റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് റെഡ്യൂസിങ് ഷുഗറും, നോൺ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നാണ് കിട്ടുക. ഇപ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നമ്മൾ നേരെ ബാർഫോർഡ് ടെസ്റ്റിന് പോകും. നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്, റെഡ്യൂസിങ് ഷുഗർ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ മോണോസാക്കറൈഡ് ആണോ ഡൈസാക്കറൈഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാർഫോർഡ് ടെസ്റ്റ് ചെയ്യും. അവിടെ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ മോണോസാക്കറൈഡും, നോൺ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ ഡൈസാക്കറൈഡ് ആണെന്നും നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ നമ്മൾക്ക് പിന്നെ മോണോസാക്കറൈഡ് അല്ല, അതിൽ ഗ്ലൂക്കോസ് ആണോ ഫ്രക്ടോസ് ആണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് നമ്മൾ സെൽവിനോഫ് ടെസ്റ്റ് ചെയ്യും. ആൾഡോസ് ആണോ കീറ്റോസ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത്. അതിൽ ചെറി റെഡ് ആണെങ്കിൽ കീറ്റോസും, നോ ചെറി റെഡ് ആണെങ്കിൽ ആൾഡോസും. അത് നമ്മൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് നമ്മൾ കണ്ടുപിടിക്കും.
അതിനുശേഷം അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ഓസസോൺ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ബെൻഡിക് ടെസ്റ്റിൽ ബാർഫോർഡ് ടെസ്റ്റിൽ നമുക്ക് നോ റെഡ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഓസസോൺ ചെയ്തിട്ട് ലാക്ടോസും മാൾട്ടോസും കണ്ടുപിടിക്കും. ലാക്ടോസ് ആണെങ്കിൽ പൗഡർ പഫും, മാൾട്ടോസ് ആണെങ്കിൽ സൺഫ്ലവർ ഷേപ്പും കിട്ടും. അങ്ങനെ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി ബെൻഡിക് ടെസ്റ്റിൽ നമ്മൾ നോ റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടുകയാണെങ്കിൽ അത് നോൺ റെഡ്യൂസിങ് ഷുഗർ സുക്രോസ് ആകാം. അപ്പം നമ്മൾ ബെൻഡിക് ടെസ്റ്റ് കഴിഞ്ഞാൽ ആഫ്റ്റർ ഹൈഡ്രലൈസ് ചെയ്തിട്ട് ബെൻഡിക് ടെസ്റ്റ് ചെയ്യും. ഹൈഡ്രലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സൂക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആകുന്നത് എന്താ, അവരുടെ കാർബണൈൽ ഗ്രൂപ്പ് തമ്മിൽ ഒരു ഗ്ലൈക്കോസിഡിക് ലിങ്ക് വന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുക. ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ബെൻഡിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റാണ് കിട്ടുന്നതെങ്കിൽ അത് സൂക്രോസ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ അയഡിൻ ടെസ്റ്റിൻ്റെ അവിടെ ഡീപ് ബ്ലൂ കളർ മേ ബി സ്റ്റാർച്ച് ആയിരിക്കും. അവിടെ നമ്മൾ ബെൻഡിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നോ റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടും. ദെൻ നമ്മൾ ഹൈഡ്രലൈസ് ചെയ്തിട്ട് വീണ്ടും ബെൻഡിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ റെഡ് പ്രസിപ്പിറ്റേറ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ സ്റ്റാർച്ചാന്ന് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു അൺനോൺ സാമ്പിൾ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.